മുൻ ബീഹാർ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന നൽകി ആദരിക്കാനുള്ള തീരുമാനം തീരെ അപ്രതീക്ഷിതം എന്ന് പറഞ്ഞുകൂടാ. രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം നരേന്ദ്രമോദി കത്തിച്ച ഏറ്റവും നിറപ്പകിട്ടാർന്ന ഒരു മത്താപ്പായിരുന്നു ഈ ഭാരതരത്നം. കർപ്പൂരി ഠാക്കൂർ സോഷ്യലിസ്റ്റ് നേതാവായിരുന്നു. വടക്കേ ഇന്ത്യയിൽ പൊതുവെയും അതുപോലെ ബീഹാറിൽ പ്രത്യേകിച്ചും വളരെയധികം ആദരിക്കപ്പെട്ടിരുന്ന ഒരു OBC വിഭാഗത്തിൽപ്പെട്ട നേതാവായിരുന്നു. OBCക്കാരുടെ മിശിഹയായിട്ടാണ് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം തന്നെ പിന്നാക്ക സമുദായത്തിൽ ജനിച്ച ആളാണ്. വളരെ ദരിദ്രമായ ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് ഉയർന്നു വന്ന ആളാണ്. അദ്ദേഹം MLA ആയി, മന്ത്രിയായി, 2 തവണ ബീഹാറിൽ മുഖ്യമന്ത്രിയായി. പക്ഷേ ഈ ലാലു പ്രസാദ് യാദവിനെ പോലെയോ അല്ലെങ്കിൽ മുലായം സിംഗിനെ പോലെയോ വളരെയധികം പണം സമ്പാദിച്ച ആളല്ല. അദ്ദേഹത്തിൻ്റെ കുടുംബ രാഷ്ട്രീയം അവിടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച ആളുമല്ല. അദ്ദേഹം വളരെ ദരിദ്രരായി ജനിച്ചു, ദരിദ്രരായി ജീവിച്ചു. ഏറെക്കുറെ നിസ്വരായിട്ട് തന്നെ ഇഹലോകവാസം വെടിയേച്ചു. അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം അവകാശപ്പെടുന്നവരാണ് ബീഹാറിലെ എല്ലാ പിന്നാക്ക സമുദായക്കാരായ നേതാക്കന്മാരും. ഇദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ജാതി സർവേ പോലെ ഒരു സംഭവം നടത്തിയത്. പിന്നാക്ക സമുദായക്കാർക്ക് ബീഹാറിൽ സംവരണം ഏർപ്പെടുത്താനുള്ള ഒരു ബില്ല് കൊണ്ടുവന്നു. ജനതാ പാർട്ടിക്കകത്ത് തന്നെയുള്ള താൽപര്യ കക്ഷികൾ അതിന് തുരങ്കം വയ്ക്കി അദ്ദേഹത്തിന് അധികം വൈകാതെ മുഖ്യമന്ത്രി സ്ഥാനം ഉപേക്ഷിക്കേണ്ടി വരികയും ചെയ്തു എന്നാണ് ചരിത്രം. അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആശയങ്ങളും ആദർശങ്ങളുമാണ് പിന്നീട് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൽ പ്രതിഫലിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജ്യവ്യാപകമായിട്ട് പിന്നാക്ക സമുദായക്കാർക്ക് സർക്കാർ സർവീസിലും ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും മറ്റുമൊക്കെയുള്ള പ്രവേശനത്തിനും സംവരണം ലഭ്യമായത്. അപ്പോൾ അങ്ങനെ ഈ രാജ്യത്തെ OBC രാഷ്ട്രീയത്തിന് ഒരു പുതിയ മാനം നൽകിയ നേതാവായിരുന്നു അദ്ദേഹം. ഇദ്ദേഹത്തിന് ഭാരതരത്നം നൽകുകയാണെങ്കിൽ അത് ദേവഗൗഡയുടെ സർക്കാരോ അല്ലെങ്കിൽ ഗുജറാളിൻ്റെ സർക്കാരോ അല്ലെങ്കിൽ അതിനു മുമ്പ് VP സിംഗിൻ്റെ കാലത്തോ ചെയ്യേണ്ടിയിരുന്നതാണ്. പക്ഷേ അവർക്ക് ആർക്കും അങ്ങനെ ഒരു നല്ല ബുദ്ധി തോന്നിയില്ല. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇദ്ദേഹത്തിൻ്റെ ഒരു ഗുളികച്ചപ്പിൻ്റെ ശിഷ്യനായിട്ടാണ് ഭാവിക്കുന്നത് അല്ലെങ്കിൽ അഭിനയിക്കുന്നത്. അദ്ദേഹം വളരെ കാലമായിട്ട് ഇങ്ങനൊരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. നമ്മുടെ കർപ്പൂരി ഠാക്കൂറിന് മരണാനന്തര ബഹുമതിയായി ഈ ഭാരതരത്ന നൽകി അദ്ദേഹത്തെ ആദരിക്കണം എന്ന്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഉന്നയിക്കുമ്പോഴും അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു കടുങ്കൈ ഈ നരേന്ദ്രമോദി ചെയ്ത് കളയും എന്നുള്ളത്. ബീഹാറിലെ രാഷ്ട്രീയ പാർട്ടികൾ പൊതുവെയും ജനതാദൾ യുണൈറ്റഡ്, അതുപോലെ RJD, കോൺഗ്രസ് എന്നീ പാർട്ടികൾ പ്രത്യേകമായിട്ടും ജാതി സെൻസസിന് വേണ്ടി ശബ്ദമുയർത്തുകയും ആ സംസ്ഥാനത്ത് ജാതി സെൻസസ് നടപ്പാക്കി പിന്നാക്ക സമുദായക്കാർക്ക് സംവരണം ഏർപ്പെടുത്തിക്കൊണ്ട് ഒരു ബില്ല് പാസ്സാക്കിച്ചു. ഇവർ പാസ്സാക്കിയ ബില്ല് ഇനി സുപ്രീം കോടതിയുടെ കടമ്പ കടക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എങ്കിൽ പോലും ഒരു ബില്ല് പാസ്സാക്കി. അതിനെ BJP എതിർത്തില്ല. BJP തന്നെയും പിന്നാക്ക സമുദായക്കാരുടെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി പ്രതിജ്ഞാബദ്ധമായൊരു പാർട്ടിയായിട്ടാണ് അവർ ഭാവിക്കുന്നത്. ഇപ്പോൾ മൊത്തം എല്ലാവരും പിന്നാക്ക സമുദായക്കാരെ ഉദ്ധരിച്ചേ തീരൂ എന്ന വാശിയിൽ നിൽക്കുമ്പോഴാണ് ജനതാദൾ യുണൈറ്റഡിനെയും RJDയെയും കടത്തിവെട്ടിക്കൊണ്ട് നരേന്ദ്രമോദി ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി. അതുമാത്രമല്ല, അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ് നോട്ട് ഇറക്കിയിട്ടുണ്ട്. അത് വായിച്ചാൽ കരഞ്ഞു പോകും. കർപ്പൂരി ഠാക്കൂർ ആരായിരുന്നു, അദ്ദേഹം എത്ര ത്യാഗനിർഭരമായ ജീവിതമാണ് നയിച്ചത് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ പിന്നാക്ക സമുദായക്കാരായ പല നേതാക്കന്മാരും അതുപോലുള്ള ത്യാഗനിർഭരമായ ജീവിതമല്ല നയിക്കുന്നത് എന്നൊരു കുത്തുവാക്കും പറഞ്ഞിട്ടുണ്ട്. അവിടെ കൊണ്ട് അവസാനിപ്പിക്കാതെ അദ്ദേഹത്തെ പോലെ പിന്നാക്ക സമുദായക്കാരനായ ഞാൻ ഈ രാജ്യത്തെ പിന്നാക്ക സമുദായക്കാരെയും പട്ടികജാതിക്കാരെയും പട്ടികവർഗ്ഗക്കാരെയും ഉദ്ധരിക്കാനായിട്ട് കഴിഞ്ഞ 10 കൊല്ലമായി തീവ്ര പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു അവകാശവാദം കൂടി ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെ BJPയുടെയും മോഡിയുടെയും ഒരു തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടിയിട്ട് ഭാരതരത്നത്തെയും ഉപയോഗിച്ചു അല്ലെങ്കിൽ വിനിയോഗിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. കർപ്പൂരി ഠാക്കൂർ തീർച്ചയായിട്ടും അംഗീകാരം അർഹിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അത് ലഭിച്ചില്ല. മരിച്ച് ഇത്ര കൊല്ലത്തിന് ശേഷം ഇതുപോലൊരു അവസരത്തിൽ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ, അതും അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി ദിവസം, ഇങ്ങനെ ഒരു അംഗീകാരം അദ്ദേഹത്തെ തേടി വരും എന്ന് അദ്ദേഹം വിചാരിച്ചിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ആരാധകരും വിചാരിച്ചിട്ടില്ല. ഏതായാലും 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ഭാരതരത്നം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കർപ്പൂരി ഠാക്കൂറിനെ ആദരിക്കുന്നതിലൂടെ പിന്നാക്ക സമുദായക്കാരെ മൊത്തത്തിൽ ആദരിച്ചു എന്നോ അംഗീകരിച്ചു എന്നോ ഒക്കെ ആയിരിക്കും നരേന്ദ്രമോദിയുടെ ഇനി വരും ദിവസങ്ങളിലെ അവകാശവാദം. ഇനി ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുമ്പ് അദ്ദേഹത്തിന് ആത്മാർത്ഥമായിട്ട് ഈ OBC കാർഡ് എടുത്ത് വീശാനുള്ളൊരു അവസരം കൂടി കിട്ടും.
അദ്ദേഹം മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും വ്യാപകമായിട്ട് ഇത് ഉപയോഗിച്ചു. ഞാൻ പിന്നാക്ക സമുദായക്കാരനാണ്, പിന്നാക്ക സമുദായക്കാരുടെ ക്ഷേമത്തിൽ കോൺഗ്രസ്സിന് യാതൊരു താല്പര്യവുമില്ല, മറ്റ് പാർട്ടികളൊക്കെ അധര വ്യായാമമാണ് നടത്തുന്നത്, അവരോട് താല്പര്യമുള്ള ഒരേ ഒരു നേതാവ്, ഒരു പാർട്ടി എന്ന് പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയാണ്, ഒരേ ഒരു നേതാവെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമാണ് എന്ന രീതിയിലുള്ള പ്രചരണം അദ്ദേഹത്തിന് വരും ദിവസങ്ങളിൽ ചെയ്യാനായിട്ട് ഇതൊരു നിമിത്തമായി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. 5 കൊല്ലം മുമ്പ് പ്രണബ് മുഖർജിക്കും നാനാജി ദേശ്മുഖിനുമൊക്കെയാണ് ഭാരതരത്ന നൽകിയത്. അതിനുശേഷം ആർക്കും കൊടുത്തിരുന്നില്ല. LK അദ്വാനിക്ക് ഈ വർഷവും ഭാരതരത്നം ഇല്ല എന്നൊരു വാർത്ത കൂടി നമ്മളിതിനോട് ചേർത്ത് വായിക്കേണ്ടതായിരിക്കുന്നു. അദ്വാനി ജീവിച്ചിരിക്കുമ്പോൾ ഭാരതരത്ന കൊടുക്കൂ, ഇനി മരിച്ചതിന് ശേഷം കൊടുക്കാതിരിക്കൂ എന്ന് പറയാൻ ഞാൻ ആളല്ല. മോഡിയെപ്പറ്റി നമുക്ക് ആർക്കും ഒരു ചുക്കും അറിയില്ല എന്ന് അദ്ദേഹം ഒരു പ്രാവശ്യം കൂടി തെളിയിച്ചിരിക്കുകയാണ്. അങ്ങനെ ബീഹാറിലെ പിന്നാക്ക സമുദായക്കാരുടെ നേതൃത്വം നിതീഷ് കുമാറിനല്ല നരേന്ദ്രമോദിക്കാണ് എന്നുകൂടി അദ്ദേഹം ഇതുകൊണ്ട് ധ്വനിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൂചന കണക്കിലെടുത്ത് നിതീഷ് കുമാറും പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് തിരിച്ചു പോകുമോ എന്നും അറിയില്ല. ആ മുന്നണിയിൽ പല ഭിന്നതകളുമുണ്ട്. തൃണമൂൽ കോൺഗ്രസ് നേതാവായിട്ടുള്ള മമതാ ബാനർജി ഇന്ത്യ മുന്നണി വിട്ടു. അഥവാ ബംഗാളിലെ ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസിനോ CPM-നോ മറ്റ് ഇടതുപക്ഷ പാർട്ടികൾക്കും ഒരു സ്ഥാനവുമില്ല. അവിടെ ഞാനാണ് ഇന്ത്യ, അല്ലെങ്കിൽ ഞാനാണ് ബംഗാൾ എന്നാണ് ദീദിയുടെ പ്രഖ്യാപനം. ഇനി ഞാനാണ് ബീഹാർ എന്ന് നിതീഷ് കുമാർ പ്രഖ്യാപിക്കുമോ എന്നറിയില്ല. അത് പ്രഖ്യാപിക്കാനുള്ള സാധ്യത നമുക്ക് ഈ സമയത്ത് തള്ളിക്കളയാൻ പറ്റുകയില്ല. ഏതായാലും ഭാരതരത്നവും ഇങ്ങനെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം എന്ന് നരേന്ദ്രമോദി ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. മുമ്പ് ഇന്ദിരാഗാന്ധി ഇത് ചെയ്തിട്ടുണ്ട്. 1976 75 കാമരാജ് നാടാർ മരിച്ച സമയത്ത് അദ്ദേഹം സംഘടനാ കോൺഗ്രസ്സുകാരനായിരുന്നു, ഇന്ദിരാഗാന്ധിയുടെ വലിയ രാഷ്ട്രീയ എതിരാളിയായിരുന്നു. മരിച്ചതിൻ്റെ പിറ്റേ ദിവസം ഇന്ദിരാഗാന്ധി അദ്ദേഹത്തെ ഏറ്റെടുക്കുകയും അന്ന് അടിയന്തരാവസ്ഥയുണ്ട് പോരാത്തതിന്. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി പറഞ്ഞാൽ മാത്രമേ ആളുകളിൽ എത്തുള്ളൂ. ഇന്ദിരാഗാന്ധി പറഞ്ഞ് എനിക്ക് അദ്ദേഹം മരിച്ചതിൽ വലിയ സങ്കടമുണ്ട്, പെരുന്തലൈവർ കാമരാജ് എനിക്ക് വളരെ പ്രിയപ്പെട്ട ആളായിരുന്നു, അദ്ദേഹം അവസാന സമയത്ത് ഇന്ദിരാ കോൺഗ്രസ്സിലേക്ക് തിരിച്ചു വരാൻ താല്പര്യം പ്രകടിപ്പിച്ചു, പക്ഷേ അതിനു മുമ്പായിട്ട് അദ്ദേഹം നമ്മളെ വിട്ടു പിരിഞ്ഞു പോയി എന്ന് പറഞ്ഞ് ഇന്ദിരാഗാന്ധി വിങ്ങിപ്പൊട്ടുകയും അടുത്ത വർഷം ഇദ്ദേഹത്തിന് ഭാരതരത്ന നൽകി ആദരിക്കുകയും ചെയ്തു. അതിൽ തമിഴന്മാർ മൊത്തം ഫ്ലാറ്റഡായിപ്പോയി. അങ്ങനെ കാമരാജിനെ മരണാനന്തരം ഇന്ദിരാ കോൺഗ്രസ്സിൽ ചേർത്ത് അദ്ദേഹത്തിൻ്റെ കുറേ ശിഷ്യന്മാരെ, ഒരുപാട് ആരാധകരെയൊക്കെ പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഇന്ദിരാഗാന്ധിക്ക് സാധിച്ചു. പിന്നീട് ഇതുപോലൊരു ഡാവ് എടുത്ത് പയറ്റിയത് VP സിംഗാണ്. VP സിംഗാണ് ഈ ഡോക്ടർ അംബേദ്കർക്ക് ഭാരതരത്ന നൽകി അദ്ദേഹത്തെ ആദരിച്ചു. അംബേദ്കർ മരിച്ച് ഇത്ര കൊല്ലത്തിന് ശേഷം ആദരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ VP സിംഗ് വേണ്ടി വന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇദ്ദേഹം അംബേദ്കർ ജയന്തി അവധി ദിവസമാക്കിയതും VP സിംഗാണ്. ആ കൂട്ടത്തിൽ മിലാഡി ഷെരീഫും പുള്ളി അഖില ഇന്ത്യ അവധിയാക്കി മാറ്റി. ഇങ്ങനെ ഓരോരുത്തരും കാലാകാലങ്ങളിൽ ഇതുപോലെ ഓരോ പുരസ്കാരങ്ങൾ എടുത്ത് പ്രയോഗിച്ച് ചിലരെ ആദരിക്കാനും ചിലരെ അനാദരിക്കാനും ചിലരെ സ്വാധീനിക്കാനും ചിലരെ സോപ്പിടാനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെ അവസാനത്തെ അധ്യായം, അല്ലെങ്കിൽ ഇതുവരെ ഉള്ളതിൽ അവസാനത്തെ അധ്യായമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ഇനി പത്മ പുരസ്കാരം വരുമ്പോൾ ആർക്കൊക്കെ കിട്ടും, ആർക്കൊക്കെ കിട്ടാതിരിക്കും, എത്ര പ്രാഞ്ചിമാർ ഇവിടെ ആത്മഹത്യ ചെയ്യും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.